അമേരിക്കയിലെ ഫ്ലോറിഡ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലുണ്ടായ വെടിവയ്പിൽ 2 പേർ കൊല്ലപ്പെട്ടു, 6 പേർക്ക് പരിക്കേറ്റു. അക്രമിയെ പോലീസ് വെടിവെച്ചു വീഴ്ത്തി കസ്റ്റഡിയിലെടുത്തു. വ്യാഴാഴ്ച പ്രാദേശിക സമയം 12 മണിയോടെ ഫ്ലോറിഡയുടെ തലസ്ഥാനമായ ടാലഹസിക്ക് സമീപമുള്ള സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലാണ് വെടിവെപ്പുണ്ടായത്. യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡന്റ് യൂണിയൻ ബിൽഡിംഗിന് സമീപം അക്രമി വെടിയുതിർക്കുകയായിരുന്നു. ലിയോൺ കൗണ്ടിയിലെ പോലീസ് ഉദ്യോഗസ്ഥയുടെ മകനായ ഫീനിക്സ് ഇഗ്നറാണ് വെടിയുതിർത്തത്. ഇയാളെ പോലീസ് വെടിവെച്ചു വീഴ്ത്തിയ ശേഷം പിടികൂടി. ഫീനിക്സ് അമ്മയുടെ സർവീസ് പിസ്റ്റൾ ഉപയോഗിച്ചാണ് അക്രമം നടത്തിയത്. സർവകലാശാലയിലെ വിദ്യാർത്ഥി തന്നെയാണ് ഫീനിക്സ് എന്ന് പോലീസ് സ്ഥിരീകരിച്ചു. തീവ്ര വലതുപക്ഷ ചിന്താഗതിക്കാരനാണ് പ്രതിയെന്നും പോലീസ് വ്യക്തമാക്കി. അതേസമയം ഫ്ലോറിഡ വെടിവെപ്പ് ഭയാനകമെന്നും വെടിവെച്ചത് തോക്കുകളല്ല മനുഷ്യരാണെന്നും ഡൊണാൾഡ് ട്രംപ് എക്സിൽ കുറിച്ചു. വെടിവെപ്പിൽ കൊല്ലപ്പെട്ട 2 പേരും വിദ്യാർത്ഥികളല്ലെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. 40,000-ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന സർവകലാശാലയാണ് ഫ്ലോറിഡ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി. സുരക്ഷയെ മുൻനിർത്തി ക്യാമ്പസുകളിലെ ക്ലാസുകൾ 2 ദിവസത്തേക്ക് റദ്ദ് ചെയ്തു. കെട്ടിടങ്ങളും ഒഴിപ്പിച്ചു. നിലവിൽ സർവകലാശാലയും അനുബന്ധ സ്ഥാപനങ്ങളും പോലീസ് നിരീക്ഷണത്തിലാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.